Welcome to a new session of your LSS Rapid Revision Series Part 6. This is Chapter 2 of your Environmental Science, The Leaf 2 Has to Say. So let's continue with the chapter. Before going to the class, if there is anyone new to our channel, please now forget to subscribe to our channel and click on the bell icon so that you will get notifications whenever I upload my next video. I would be uploading videos for LSS Rapid Revision continuously in the upcoming days. So let's begin our class. So we can continue with our chapter. Here one main thing which has to be studied is germination. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജെർമിനേഷൻ എന്നെ കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് എ പാഡി ഗ്രെയിൻ. എന്താണ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ? ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സീഡ്ലിംഗ്. ഒരു മൊട്ടല്ല, ഒരു വിത്ത് തൈയായി മാറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജെർമിനേഷൻ. എങ്ങനെയാണ് ഒരു വിത്ത് ഒരു തൈയായി മുളച്ച് മാറുന്നത്? അതിന് പറയുന്ന പേരാണ് ജെർമിനേഷൻ. അപ്പം ഒരു പാഡി ഗ്രെയിനിൻ്റെ ജെർമിനേഷൻ്റെ ഫിഗറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 26 തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഒരു പീ സീഡ് എങ്ങനെയാണ് ജെർമിനേറ്റ് ചെയ്യുക, അതായത് മുളക് അതെങ്ങനെയാണ് ജെർമിനേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കിക്കേ, ആദ്യം എന്താണ് പുറത്തു വന്നതെന്ന് നോക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സാധനം ഇതാണ് ആദ്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇതിന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായി പുറത്തു വരുന്ന അതിന് പറയുന്ന പേരെന്താണ്? റാഡിക്കിൾ എന്നാണ് ആദ്യം പുറത്തു വരുന്ന ഇതിന് പറയുന്ന പേര്. ഈ റാഡിക്കിൾ പിന്നീട് റൂട്ടായി മാറും. ഓക്കെ, എന്തായി മാറും? ഈ ആദ്യം പുറത്തു വരുന്ന ഈ സംഭവം ഇതിന് പറയുന്ന പേരാണ് റാഡിക്കിൾ, RADICLE. ആൻഡ് ദാറ്റ് ഈസ് അത് പിന്നീട് ഈ ഒരു ചെടിയുടെ റൂട്ടായി മാറുകയും ചെയ്യും. ഈ ചെടിയുടെ റൂട്ടായിട്ട് മാറുന്നത് ഈ റാഡിക്കിളാണ്. അതിനുശേഷം പുറത്തു വരുന്നത് ഈ ഭാഗമാണ്. ഇതിന് പറയുന്ന പേരാണ് പ്ലൂമ്യൂൾ. PLUMULE, പ്ലൂമ്യൂൾ. ഈ പ്ലൂമ്യൂൾ പിന്നീട് ചെടിയുടെ സ്റ്റെമ്മായി മാറും. അപ്പം ആദ്യം പുറത്തു വരുന്നത് റാഡിക്കിളാണ്. ആ റാഡിക്കിൾ ചെടിയുടെ റൂട്ടായി മാറുന്നു. അതിനുശേഷം പ്ലൂമ്യൂളാണ് പുറത്തു വരുന്നത്. ആ പ്ലൂമ്യൂൾ പിന്നീട് ചെടിയുടെ സ്റ്റെമ്മായി മാറുന്നു. ഇതാണ് ജെർമിനേഷൻ്റെ ഒരു പ്രോസസ്. അപ്പം ആദ്യം എന്താണ് പുറത്തു വരുന്നത്? ദ പാർട്ട് ഓഫ് പ്ലാന്റ് ദാറ്റ് വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം എ ജെർമിനേറ്റിംഗ് സീഡ്. എന്താണ് പുറത്തു വരുന്നത്? റാഡിക്കിൾ. വാട്ട് ഡിഡ് ദാറ്റ് പാർട്ട് വിച്ച് കെയിം ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഫോം ഇൻ ടു? ദ പാർട്ട് ദാറ്റ് കെയിം ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഫോം ഇൻ ടു എ റൂട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പം അതാണ് അതിൻ്റെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ചോദ്യങ്ങൾ തന്നെയാണത്, അല്ലേ? അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സോ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ജെർമിനേഷൻ? വാട്ട് എക്സാക്ട്ലി ഈസ് ദ പ്രോസസ് ഓഫ് ജെർമിനേഷൻ? എന്താണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം നമുക്ക് അതിനുള്ള ഡെഫിനിഷനാണ്. ജെർമിനേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സീഡ്ലിംഗ്. ജെർമിനേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്ത്? ഒരു വിത്ത് തൈയായി വളരുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ജെർമിനേഷൻ. ജെർമിനേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് എ സീഡ് ഗ്രോസ് ഇൻ ടു എ സീഡ്ലിംഗ്. ഒരു വിത്ത് തൈയായി മാറുന്ന ആ പ്രോസസ്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ജെർമിനേഷൻ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്പ്രൗട്ടിങ് ഓഫ് എ സീഡ്, ഒരു വിത്ത് മുളയ്ക്കുക എന്ന് പറയുന്നത് ഈ ജെർമിനേഷനാണ് മലയാളത്തിൽ പറയുമ്പോൾ. നെക്സ്റ്റ്, the part that comes out first from the seed is called a radicle and it grows into the root of the plant. അപ്പം ആദ്യം പുറത്തു വരുന്ന, അതായത് വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് റാഡിക്കിൾ, RADICLE, and it grows into the root of the plant. ആ റാഡിക്കിൾ പിന്നീട് എന്തായി മാറും? ചെടിയുടെ വേരായി മാറുന്നത് ആദ്യം പുറത്തു വരുന്ന ഈ റാഡിക്കിളാണ്. സോ ദ പാർട്ട് ദാറ്റ് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം ദ സീഡ് ഈസ് കോൾഡ് എ റാഡിക്കിൾ and it grows into root of the plant. So what is a radical and what it becomes into? അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, the part that comes out from that after the radical. ഇത് റാഡിക്കൽ അല്ല, ഈ റാഡിക്കലാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അതവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. സോ the part that comes out after the radical is called plumule which becomes the stem of the plant. അപ്പം plumule എന്തായി മാറും? റാഡിക്കിളിന് ശേഷം രണ്ടാമത് പുറത്തു വരുന്നത് എന്താണ്? പ്ലൂമ്യൂളാണ്. ആ പ്ലൂമ്യൂൾ പിന്നീട് എന്തായി മാറും? ചെടിയുടെ സ്റ്റെമ്മായി മാറും. ഓക്കെ, സോ വാട്ട് is the part that comes out
after radicle and what it becomes into. That's very important. You should know that. Okay. Next is about cotyledons. എന്താണ് cotyledons എന്ന് പറയുന്നത്? The thick leaf-like part. എന്താണ് thick leaf-like part seen in the plumule of the germinating pea seed is called the cotyledon. നമ്മൾ cotyledon അതായത് ഒരു പീ സീഡ് മുളപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലുമ്യൂളിൽ കാണുന്ന ഇല പോലെ തോന്നിക്കുന്ന ആ ഒരു കട്ടിയുള്ള ഭാഗം, അതിന് പറയുന്ന പേരാണ് എന്ത്? കോട്ടിലെഡൻ. നമുക്ക് ആദ്യം എന്താണ് കോട്ടിലെഡൻ എന്നാണ് പറയേണ്ടത്. സോ ദ തിക്ക് ലീഫ് ലൈക്ക് പാർട്ട് സീൻ ഇൻ ദ പ്ലുമ്യൂൾ ഓഫ് ദ ജെർമിനേറ്റിംഗ് പീ സീഡ്. അപ്പം എന്താണ് കോട്ടിലെഡൻ? ദ തിക്ക് ലീഫ് ലൈക്ക് പാർട്ട് seen in the plumule of the germinating pea seed is called the cotyledon. And what is the use of this cotyledon? കോട്ടിലെഡൻ്റെ യൂസ് എന്താണ്? അതിന് നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. കോട്ടിലെഡൻ്റെ യൂസ് കിട്ടാൻ. ഫ്രം വെയർ ഡിഡ് ദ റാഡിക്കിൾ ആൻഡ് ദ പ്ലുമ്യൂൾ ഗെറ്റ് ഫുഡ് ടു ജെർമിനേറ്റ്? ഈ റാഡിക്കിളും പ്ലുമ്യൂളും റൂട്ടും സ്റ്റെമ്മുമായി മാറാൻ അതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് വളരാൻ ഭക്ഷണം വേണം. എന്തൊരു ലിവിങ് ബീങ് ആണെങ്കിലും അതിന് വളരാൻ ഭക്ഷണം വേണം. അപ്പം ആ ഭക്ഷണം അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതെവിടെ നിന്ന് കിട്ടും? ദ ഫുഡ് റിക്വയർഡ് ഫോർ എ സീഡ് ടു ജെർമിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലെഡൻസ്. അപ്പം ഈ കോട്ടിലെഡൻസിലാണ് ഒരു വിത്തിന് മുളയ്ക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങളെല്ലാം ഇരിക്കുന്നത്. ഓക്കെ, സോ ദ ഫുഡ് റിക്വയർഡ് ഫോർ എ സീഡ് ടു ജെർമിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലെഡൻസ്. സോ വെയർ ഡിഡ് ദ റാഡിക്കിൾ ആൻഡ് പ്ലുമ്യൂൾ ഗെറ്റ് ഫുഡ് ടു ജെർമിനേറ്റ്? ദ റാഡിക്കിൾ ആൻഡ് പ്ലുമ്യൂൾ ഗെറ്റ് ഫുഡ് ടു ജെർമിനേറ്റ് ഫ്രം ദി cotyledons. The food stored in the cotyledon. So cotyledon is known as the food story of the radicle and plumule. So the food required for a seed to germinate is stored in the cotyledons. എന്താണ് അതിൻ്റെ പണി? To store the food required for a seed to germinate. അതാണ് കോട്ടിലെഡൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the function of cotyledon. Next, the plant uses the food in the cotyledon. So the cotyledons shrink and decrease in size as the plant grows. അപ്പം ഈ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ പ്ലാന്റ് യൂസസ് ദ ഫുഡ് ഇൻ ദ കോട്ടിലെഡൻ. അപ്പം നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ പ്ലുമ്യൂളുണ്ട്, റാഡിക്കിൾ ഉണ്ട്. പ്ലുമ്യൂള് സ്റ്റെമ്മായി മാറും, റാഡിക്കിള് റൂട്ടായി മാറും. ഈ റാഡിക്കിൾ റൂട്ടായി മാറുമ്പം അത് ഫുഡ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്ലുമ്യൂള് സ്റ്റെമ്മായി മാറുമ്പം അതും ഫുഡ് യൂസ് ചെയ്യും. അങ്ങനെ ഫുഡ് എടുത്തെടുത്ത് കുറേശ്ശെ ഫുഡ് എടുത്തെടുത്ത് നമ്മുടെ കോട്ടിലെഡനിലെ ഫുഡ് തീരും. അപ്പം കോട്ടിലെഡനെ ഫുഡ് എടുക്കുന്നതനുസരിച്ച് ഈ കോട്ടിലെഡൻ എന്ത് സംഭവിക്കും? കോട്ടിലെഡൻ ചുരുങ്ങി അവസാനം അത് ഇല്ലാതാവും. കാരണം ചുങ്ങി അത് പൊഴിഞ്ഞു പോകും. അതാണ് ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ഫുഡ് എടുക്കും, അത് അവസാനം ഫുഡ് വന്ന് ഈ ഫുഡ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ കോട്ടിലെഡൻ പിന്നെ പൂർണ്ണമായി ഇല്ലാതെയാകും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ടാണ് പിന്നീട് ചെടി വളർന്നു കഴിയുമ്പോൾ അതിന് കോട്ടിലെഡൻസ് ഒന്നും കാണാത്തത്. ഓക്കെ, ദ പ്ലാന്റ് യൂസസ് ദ ഫുഡ് ഇൻ ദ കോട്ടിലെഡൻ. സോ ദ കോട്ടിലെഡൻസ് ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക, ആൻഡ് ഡിക്രീസ് ഇൻ സൈസ് ആസ് ദ പ്ലാന്റ് ഗ്രോ. സോ ചോദ്യം ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വൈ ഡസ് ദ കോട്ടിലെഡൻസ് ഷ്രിങ്ക് ആൻഡ് ഡിക്രീസ് ഇൻ സൈസ് ആസ് ദ പ്ലാന്റ് ഗ്രോസ്? എന്തുകൊണ്ടാണ് കോട്ടിലെഡൻ ചുരുങ്ങി പോകുന്നത് ചെടി വളരുന്നതനുസരിച്ച് എന്ന് ചോദിക്കാം. സോ എന്ത് പറയണം? The plant uses the wood in the cotyledons as they grow. So the cotyledons shrink and decrease in size as the plants grow. ഇനി അതല്ലെങ്കിൽ ചോദിക്കാം, what happens to the cotyledon when the plant grow? അതായത് ചെടി വളരുമ്പോൾ കോട്ടിലെഡന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, the plant uses the food in the cotyledon, so the cotyledon shrink and decrease in size as. അപ്പോൾ കോട്ടിലെഡൻ എന്ത് സംഭവിക്കും? കോട്ടിലെഡൻ shrink and decrease in size. അതായിരിക്കും അന്നേരം അവിടുത്തെ മെയിൻ പോയിന്റ്, as the plant grow. Okay. Next, there are two main types of cotyledonous plants. Cotyledons ഉള്ള പ്ലാന്റിന് നമ്മൾ cotyledonous plants എന്ന് പറയും. ഈ cotyledonous plants, there are two types of cotyledonous plants. Which are they? We can discuss. First one type is monocotyledonous plants. ആ പേരിൽ തന്നെ ഉണ്ട്. അതിനെ monocotyledonous plantsനെ monocotyledonous plants എന്ന് പറയുമ്പം വളരെ നീളമുള്ള പേരാണ്. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടി പറയുന്ന പേരാണ് monocots. Monocotyledonous plants or monocots. And the second type is dicotyledonous plants or dicots. എന്താണ്? Dicotyledonous plants or dicots. Okay. Some plants having only one cotyledon, അതായത് monocotyledonous plants or monocot എന്ന് പറഞ്ഞാൽ
ഒരു കോട്ടിലിഡൻ ഉള്ള ചെടികൾ. പ്ലാന്റ്സ് ഹാവിംഗ് ഓൺലി വൺ കോട്ടിലിഡൻ. മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ഓർ മോണോകോട്ട്സ്. മോണോ മീൻസ് വൺ. അപ്പോൾ നിങ്ങൾ അത് ഓർത്താൽ മതി. മോണോ മീൻസ് വൺ. പ്ലാന്റ്സ് ഹാവിംഗ് ഓൺലി വൺ കോട്ടിലിഡൻ ആർ കോൾഡ് മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ് ഓർ മോണോകോട്ട്സ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പാഡി ഗ്രെയിൻ, കോക്കനട്ട്, അരീക്കനട്ട് ട്രീ. നിങ്ങൾക്ക് അറിയാവുന്ന ചെടികളൊക്കെ തന്നെയാണ് അല്ലേ. നെക്സ്റ്റ്, പ്ലാന്റ്സ് ഹാവിംഗ് ഡൈ മീൻസ് മോണോ മീൻസ് വൺ ആൻഡ് ഡൈ മീൻസ് ടു. സോ ഡൈകോട്ടിലിഡൻസ് വന്നാൽ എന്തായിരിക്കും? പ്ലാന്റ്സ് ഹാവിംഗ് two cotyledons. Two cotyledons are called dicotyledonous plants or dicots. Okay, clear? Examples: mango, jack tree, teak. Teak എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ തേക്ക് എന്ന് പറയുന്നത് തന്നെയാണ് teak. So that's it. Next, ഇനി നിങ്ങൾക്ക് ചെറിയ കുറച്ച് മെമ്മറി ടിപ്പാണ് പറഞ്ഞു തരുന്നത്. ഈ റൂട്ട് സിസ്റ്റവും വീനേഷനും നമ്പർ ഓഫ് കോട്ടിലിഡൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് ആ കണക്ഷൻ എന്നാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മുടെ റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ വീനേഷൻ എന്തായിരിക്കും? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള ചെടിയുടെ വീനേഷൻ പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ അതൊരു മോണോകോട്ടിലിഡനസ് പ്ലാന്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റം ഫൈബ്രസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീനേഷൻ, അതായത് ലീഫിൻ്റെ വീനേഷൻ പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് എത്ര കോട്ടിലിഡൻ ഉണ്ടാകും? ഒരു കോട്ടിലിഡനേ ഉണ്ടാവത്തുള്ളൂ. സോ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള പ്ലാന്റിന്റെ വീനേഷൻ പാരലൽ ആയിരിക്കും. അതിൻ്റെ നമ്പർ ഓഫ് കോട്ടിലിഡൻ, അല്ലെങ്കിൽ അത് മോണോകോട്ടിലിഡനസ് പ്ലാന്റ് ആയിരിക്കും. അതിന് ഒരു കോട്ടിലിഡനേ ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. അതേസമയം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീനേഷൻ റെറ്റിക്കുലേറ്റ് ആയിരിക്കും. നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ഡൈകോട്ടിലിഡൻസ് ആയിരിക്കും. അതിന് 2 കോട്ടിലിഡൻ ഉണ്ടായിരിക്കും അതിൻ്റെ വിത്തിന്. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്ത് വേണം ഇത് പഠിക്കാൻ. ഇതിന് കണക്ട് ചെയ്ത് പഠിക്കാൻ ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് FPM എന്നൊരു കോഡ് ഉണ്ടാക്കി ഓർത്ത് വെച്ചാൽ മതി. FPM. അപ്പം F stands for fibrous root system, P stands for parallel venation and M stands for monocotyledonous or monocots. Monocotyledonous എന്ന് പറയണ്ട, മോണോകോട്ട് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പം FPM എന്ന് ഓർത്താൽ മതി. അപ്പം FPM തമ്മിലാണ് കണക്ഷൻ. FPM, F is related to P and P is related to M. FPM എന്ന് ഓർത്താൽ മതി. അപ്പം FPM എന്ന് കാണാതെ പഠിക്കുക. FPM എന്ന് കാണുമ്പം നമുക്ക് ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യം വരുമ്പോൾ നിങ്ങൾ FPM എന്ന് ഓർക്കുക. ഫൈബറസ് ആണെന്നുണ്ടെങ്കിൽ വീനേഷൻ പാരലൽ ആയിരിക്കും. പിന്നെ അതിൻ്റെ മോണോകോട്ട് പ്ലാന്റ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. അതിനാണ് ഫൈബറസ് പാരലൽ മോണോകോട്ട്. അതാണ് FPM. ഓക്കെ, മറ്റേത് അപ്പം ഇതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റേതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, so that's all for today's class. Thank you and have a good day ahead.